നമസ്തേ കുമാർജി. ഇപ്പോൾ NSS-SNDP ഐക്യം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്, ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കൂടാതെ പല വിധത്തിലുള്ള ആരോപണങ്ങളും കോൺഗ്രസിനെതിരെ SNDPയുടെ ഭാഗത്തുനിന്നും NSSന്റെ ഭാഗത്തുനിന്നും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തു പറയുന്നു ഇത്തരത്തിലൊരു സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ? അല്ല, ഈ NSSയും SNDPയും കേരളത്തിലെ ഈ ഹൈന്ദവ സംഘടനകളിൽ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളും പല വിഷയത്തിന്മേൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രണ്ട് പക്ഷത്ത് രണ്ട് ധ്രുവങ്ങളിലായി പല ഘട്ടങ്ങളിലായി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സംവരണ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സംഘടനകളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പേരിൽ മാറി നിന്നിരുന്ന രണ്ട് സംഘടനകൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം ഈ ഹൈന്ദവ ഐക്യം അത് ഉണ്ടാവുക എന്നുള്ളത് പലരും ഈ പറയുന്ന പോലെ ഈ ജാതി സംഘടനകളായി വിഘടിച്ച് നിൽക്കുക, ജാതി രാഷ്ട്രീയം അത് മാറി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് വരിക അല്ലെങ്കിൽ വികസന രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളത് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ആ രീതിയിൽ ഇതിനു മുന്നേയും ഈ SNDPയും NSSും ഒരുമിച്ച് വന്നിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം നമ്മുടെ ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സംഘടനകളുടെ ഐക്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ന്യൂനപക്ഷ ഏകീകൃതമായ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഈ കേരളത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ വിഘടിപ്പിച്ച് തന്നെ നിർത്തുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ ശൈലി. അതുകൊണ്ട് തന്നെ ഇവരെ പലപ്പോഴും ഒന്നിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരെ പഴയതുപോലെ തന്നെ വിഘടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒന്നിക്കലിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് ആര് എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഇവർ ഒന്നിക്കുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. കാരണം പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ രണ്ട് വാർത്താ സമ്മേളനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന രണ്ട് വാർത്താ സമ്മേളനങ്ങളാണ് ഇന്ന് രാവിലെ നടന്നത്. സത്യത്തിൽ ഞായറാഴ്ച പൊതുവെ വാർത്തകർക്ക് ക്ഷാമമുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിലാണ് രണ്ട് വാർത്താ സമ്മേളനങ്ങൾ ബാക്ക് ടു ബാക്ക് ഇന്ന് രാവിലെ നടന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് വെള്ളാപ്പള്ളി നടേശൻ്റെയാണ്. വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ അദ്ദേഹം പ്രതിരോധിച്ചു. മാത്രമല്ല അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹം VD സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് VD സതീശൻ ഇന്നലത്തെ മഴയത്ത് പൂത്ത തകര എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കോൺഗ്രസിനകത്ത് തന്നെ AK ആന്റണിയെ പോലെയുള്ള, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള, KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കന്മാരുണ്ട്. അവർ പറയട്ടെ താൻ വർഗീയവാദിയാണെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ വളരെ ശക്തമായ കടന്നാക്രമണം നടത്തുന്നു. മുസ്ലിം ലീഗ് ഭരണത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ് കേരളത്തിൽ കലാപരഹിതമായ ഒരു കാലഘട്ടമുണ്ടായത്. അവർ കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ല. അതുകൊണ്ട് മാറാട് കലാപങ്ങൾ പോലെയുള്ള കലാപങ്ങളൊന്നും ആവർത്തിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പും മാറാട് തന്നെ കലാപം ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണ്. അവർ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിക്കഴിഞ്ഞാൽ സാമൂഹിക നീതി ഉണ്ടാവില്ല. ഇതെല്ലാം ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അദ്ദേഹം ഒന്നുകൂടി വിളിച്ചു പറയുന്നു. അതിനുശേഷം NSSും SNDPയും ഒരുമിക്കാൻ പോകുന്നു. ആ ഐക്യത്തിന് തങ്ങൾ തയ്യാറാണ്. വരുന്ന 21-ാം തീയതി SNDPയുടെ ഒരു വലിയ കൂടിയാലോചന യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ആലപ്പുഴയിൽ നിന്നും കൂടിയിരുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞ. അതോടൊപ്പം ഇതിനകത്ത് മറ്റൊരു തലം ഉള്ളതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന രീതിയിലൊരു ഐക്യത്തിനാണ് ആദ്യം SNDPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടാണ്. അത് ഇത്തരത്തിലൊരു ചർച്ചയുണ്ടാകുമ്പോൾ ഏത് രീതിയിലേക്കായിരിക്കാം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച്, ഇപ്പോൾ ഇടതിൻ്റെതായ രീതിയിലുള്ള ചില ഗൂഢാലോചനകൾക്കൊക്കെ SNDPയുടെ രീതിയിലൊക്കെ ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷേ നായാടി മുതൽ നസ്രാണി വരെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ, പ്രത്യേകിച്ചും ഒരു മൈനോറിറ്റി വോട്ട് പോളറൈസേഷന് വേണ്ടിയിട്ട് ഇടത് ശ്രമിക്കുന്നത് ഒരു മുസ്ലിം വോട്ടിൻ്റെ ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സാണ്. മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നൊരു പൊളിറ്റിക്സിലേക്കാണ്
ഇപ്പോൾ ലെഫ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും UDF ആയാലും LDF ആയാലും ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ മുനമ്പം വിഷയത്തിലൊക്കെ അവരെടുത്ത നിലപാട് എങ്ങനെയാണെന്ന് അറിയാം. ഈ ഒരു അടുത്ത സമയത്തും കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ജാനകി സീതയെക്കുറിച്ച് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള, അതൊരു വർഗീയവാദ സമീപനമാണെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ നേരെ മറിച്ച് മറ്റേ പക്ഷത്ത് മുഹമ്മദിൻ്റെ പേര് എഴുതിയതിൻ്റെ പേരിൽ മാത്രം ഒരു കൈവിട്ട് നടന്ന, അത്തരത്തിൽ ആക്രമണ പ്രവർത്തനങ്ങൾ നടന്ന ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹം ഒരു പരാമർശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് നടത്തുന്ന LDFനെ UDFനെ ഇത് ഏത് രീതിയിലേക്കായിരിക്കും നമുക്ക് ബാധിക്കുക? കാരണം ഇതൊരു നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു തോന്നലാണ്. അല്ലെങ്കിൽ ഇവർ നസ്രാണി എന്ന ഇതിനെ മാറ്റി നിർത്തിയിട്ട് നായാടി മുതൽ അമ്പൂതിരി വരെ ലെഫ്റ്റ് അലൈൻഡ് പൊളിറ്റിക്സ് എന്ന നിലയിലേക്ക് മാറണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ SNDP നായർ സർവീസ് സൊസൈറ്റി ഏകീകരണത്തിനപ്പുറം മറ്റൊരു ഹിന്ദു ഏകീകരണം നടത്തിയിട്ട് അതൊരു ലെഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? കാരണം നിരന്തരമായ ഹിന്ദു അധിക്ഷേപങ്ങളാണ് ഉണ്ടാകുന്നത്. അല്ല, ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഈ കേരള രാഷ്ട്രീയത്തിൽ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മുന്നേയുള്ള, അല്ലെങ്കിൽ ഒരു 15 വർഷത്തിന് മുന്നേയുള്ള ഒരു സാഹചര്യം അത് പരിശോധിച്ച് കഴിഞ്ഞാൽ LDFൻ്റെയും UDFൻ്റെയും 2 രാഷ്ട്രീയ ധ്രുവങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. LDFും UDFും തമ്മിൽ വോട്ട് ഷെയർ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അങ്ങനെയാണ് മാറി മാറി ഈ 2 മുന്നണികളും ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ മേൽ വരുന്ന ഭരണവിരുദ്ധ വികാരം എതിർപക്ഷത്തിന് മുതലെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. വളരെ ചെറിയൊരു വിഭാഗം ജനങ്ങളെ അതിലേക്ക് സ്വാധീനിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ന്യൂനപക്ഷങ്ങളെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതല്ല. ഇവിടെ ഒരു മൂന്നാമത്തെ ശക്തി വന്നിരിക്കുകയാണ്. BJP വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ സ്വാധീനം കേരളത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. ഭരണവിരുദ്ധ വികാരം മുതലെടുക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന് ആ LDFനെ മാത്രം നേരിട്ടാൽ പോരാ, BJPയും നേരിടേണ്ടി വരുന്നു എന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം മാറിക്കളിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നായാടി മുതൽ നസ്രാണി വരെ എന്ന് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ അത് മാറ്റിയത് SNDP വെള്ളപ്പള്ളി നടേശനും അല്ല, BJP ആണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ വളർന്നു വരുന്ന മുസ്ലിം വർഗീയവാദിയാണ്, മുസ്ലിം റാഡിക്കലൈസേഷൻ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ലവ് ജിഹാദ് വരുന്നു, നട്കോട്ടിക് ജിഹാദ് വരുന്നു, ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ഒരു ഭാഗത്തിരുന്നു കൊണ്ട് മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ്. അതിന് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയവാദം എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദം, മുസ്ലിങ്ങളല്ല മുസ്ലിം തീവ്രവാദം, അതോടൊപ്പം തന്നെ ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു റാഡിക്കലൈസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം, ഇതിനെല്ലാം ഇരകളായി മാറുന്നത് ക്രിസ്ത്യാനികൾ കൂടിയാണ്. അതുകൊണ്ട് അവർ ഒരു ഹിന്ദു ക്രൈസ്തവ ഏകീകരണം, ഒരു രാഷ്ട്രീയമായ ഏകീകരണം ഉണ്ടാകണം എന്ന ചിന്ത അത് ഉണ്ടാക്കിയത് BJP ആണ്. അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നില്ലേ? ആ രീതിയിൽ ചിന്തിക്കുന്ന ധാരാളം ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തെ മുതലെടുക്കുകയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് എന്തായാലും അവരുടെ അടിത്തറ ഇളകി ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തെ സാധാരണ CPM നേരിടുന്നത് അവരുടെ സംഘടനാ ശേഷി കൊണ്ടാണ്. പക്ഷേ സംഘടനാ ശേഷിക്കും നികത്താൻ കഴിയാത്ത ഡാമേജ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ പരസ്യമായി ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിക്കുന്നു, മുസ്ലിം അപ്പീസ്മെന്റ് നടത്തുന്നു ഒരു ഭാഗത്തു കൂടി. അതാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. മറുഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ NSSനെയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഹിന്ദു വോട്ട് ബാങ്ക് റീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിലുള്ള പാർട്ടി CPM ആണ്. ഈ ശബരിമല പോലെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഹിന്ദു വോട്ട് ബാങ്കിന്റെ വലിയ കുറവ് വന്നിട്ടുണ്ട്. അത് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വന്നപ്പോഴും വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ട് ബാങ്ക് ഒലിച്ചു പോകാതെ അത് അവിടെ നിർത്തുകയും നേരത്തെ BJPയുടെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിലൂടെ എങ്ങനെയാണോ ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ ഒരു ഭാഗത്തുകൂടെ മുസ്ലിം തീവ്രവാദികളെയും ഒക്കെ എങ്ങനെ പ്രീണിപ്പിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഭരണം മൂന്നാം പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കുക എന്ന ഒരു ശ്രമമാണ് മറുഭാഗത്ത് നടക്കുന്നത്. അതിന് ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന
രണ്ട് സമുദായ സംഘടനകളും ഒപ്പം ചേർന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം ഈ വാർത്താ സമ്മേളനം സസൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറയുന്നുണ്ട്, മൂന്നാം പിണറായി സർക്കാർ വരും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നും വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അളക്കേണ്ടതില്ല. പ്രത്യേകിച്ചും വി ഡി സതീശനെ പോലെയുള്ള നേതാക്കന്മാരല്ലേ ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ളത് കൊണ്ട് ഇവർ വരാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു പറയുന്നുണ്ട്. അതേ ടോൺ തന്നെയാണ്, അത്രമാത്രം തുറന്ന് പറയുന്നില്ലെങ്കിലും NSSന്റെ ജനറൽ സെക്രട്ടറിയും പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ശബരിമല വിഷയത്തിൽ അത് അയ്യപ്പൻ നോക്കിക്കോളും. അയ്യപ്പൻ ഈ പറയുന്ന കട്ടവരെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷേ ഈ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതൊന്നും ഇവിടെ ബാധകമല്ല. അദ്ദേഹം അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് ഈ പറയുന്ന ട്രെൻഡ് ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. 24 മണിക്കൂറിനുള്ളിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ മതി, ഈ പറയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായ സംഘടനകളെ, പ്രബലമായ സമുദായ സംഘടനകളെ ഒരുമിപ്പിച്ച് ഹിന്ദു വോട്ട് ബാങ്ക് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു വലിയ പരിശ്രമം CPM നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിന് നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 1-2 മന്ത്രിമാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് NSSും SNDPയും ഒരുമിക്കാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഈ സംഘടനകൾക്കും വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു പുകമുറ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു UDF എൻട്രി ഇവിടെ ഉണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ പോകുന്നത് മുസ്ലിം ലീഗായിരിക്കും. കാരണം 5-ാം മന്ത്രിയും 6-ാം മന്ത്രിയും ഈ പറയുന്ന സകലമാന പ്രധാനപ്പെട്ട വകുപ്പുകളും എല്ലാം മുസ്ലിം ലീഗ് ബാർഗെയിൻ ചെയ്തെടുക്കും. ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മതമാണ് പ്രശ്നം. അതെ, തങ്ങളുടെ 9 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ തിരിച്ചെടുക്കൽ കൂടിയാണ് ഈ വിജയം എന്ന രീതിയിൽ തന്നെ ഷാജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ ഈ ഒരു മുസ്ലിം വോട്ടുകളുടെ, മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം ഈ UDF വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനപ്പുറം ഇവർ തമ്മിൽ NSSൻ്റെയും SNDPയുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായാൽ തന്നെ അവിടുത്തെ സാധാരണ മനുഷ്യർ, ഈ സംഘടനയിൽ നിന്ന് അതിതീവ്രമല്ലാത്ത മനുഷ്യർ, ഇവരെല്ലാവരും തന്നെ ഇവരുടെ ഈ നയങ്ങളോട് യോജിച്ച് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരുപാട് തരത്തിലുള്ളൊരു ഹിന്ദു വിരോധമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധമാണ് ഈ ഇരു സംഘടനകളും വച്ചു പുലർത്തിയത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, സവിശേഷമായ സാഹചര്യത്തിൽ ഇവരെ വിശ്വസിച്ച് ഇവർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹോൾ കൺസോൾട്ടേഷൻ വേണമെന്നില്ല. CPM ആഗ്രഹിക്കുന്നത് തന്നെയാണ്. CPIMൻ്റെ ഉറച്ച വോട്ട് ബാങ്ക് ഈ ശ്രീനാരായണീയരുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് നിലനിർത്തുക, അത് മറ്റൊരിടേക്കും പോകാതെ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആലപ്പുഴയൊക്കെ ഒലിച്ചുപോയ വോട്ട്, അത് BJPയിലേക്ക് ഒലിച്ചുപോയ വോട്ട്, അത് തീർച്ചയായും CPMന് കണ്ണൂരടക്കം അത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് നിലനിർത്തുക, അത് തിരികെ പിടിക്കുക. അതോടൊപ്പം തന്നെ നായർ സമുദായത്തിൻ്റെ ഒരു വലിയ പ്രാതിനിധ്യം അത് പല മണ്ഡലങ്ങളിലും ഉണ്ട്, അത് നിലനിർത്തുക, അത് കോൺഗ്രസിലേക്ക് പോകാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു പക്ഷേ LDF അല്ലെങ്കിൽ CPM ലക്ഷ്യമിടുന്നത്. എന്തായാലും ഒരു വലിയ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ഭാഗത്തൂടെ ഇസ്ലാമിക് കൺസോൾട്ടേഷൻ മീൻസ് ഒരു അപ്പീസ്മെന്റ് പൊളിറ്റിക്സും, മറ്റേ ഭാഗത്തൂടെ ജാതി രാഷ്ട്രീയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ NSSനെയും SNDPയും പോലുള്ള സംഘടനകളെ വെച്ചുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ സമാഹരണം, ഒരു ഇരട്ട മുഖത്തിൽ പോറാണ് തോന്നുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ മുന്നണികൾ ഹിന്ദുക്കളെ വിഭജിച്ച് ന്യൂനപക്ഷങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചു നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത് കുറ്റം പറയുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ വോട്ട് സ്പ്ലിറ്റാക്കി ഹിന്ദുക്കളെ ഏകീകരിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് പോലും സംശയം തോന്നുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു വലിയ മാറ്റം, രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വലിയ മാറ്റം കേരളത്തിൽ ദൃശ്യമാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന ഏകോപനവും ഒക്കെ ഉണ്ടായാലും, ഈ പറയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റമൊക്കെ ഉണ്ടായാലും, BJP സംഘടനാപരമായി ശക്തമായ പ്രദേശങ്ങളിൽ ഇത് BJPക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം തിരുവനന്തപുരത്തെ നഗരസഭയിലെ വിജയത്തെക്കുറിച്ച് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് അവിടുത്തെ ആളുകൾ BJPയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം അത്രമാത്രം അവർ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് തടയാൻ കഴിയില്ല. ആ ഒരു ശക്തി കേന്ദ്രങ്ങൾ, അതിൻ്റെ പ്രയോജനം BJPക്ക് ലഭിക്കും. മറ്റിടങ്ങളിൽ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം അത് ഒരു കാരണവശാലും UDFയിലേക്ക് പോകരുത്, വോട്ടായി മാറരുത്. മൂന്നാം പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ CPM നടത്തിയിരിക്കുന്നു എന്ന് വേണം
ഇന്നത്തെ 2 വാർത്താ സമ്മേളനങ്ങൾ നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന ഒരാളുണ്ട്. കാരണം അത് മറ്റാരുമല്ല, നമ്മുടെ മരുമകൻ മന്ത്രി തന്നെയാണ്. കാരണം ഈ മന്ത്രിസഭയിലും പാർട്ടിയിലും ഒക്കെ അപ്രമാദിയാകാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും സൈഡായി നിന്നേ മതിയാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വി ഡി സതീശനെയാണല്ലോ ഇവര് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം വി ഡി സതീശ് എങ്ങാനും UDF വന്നാലും വി ഡി സതീശൻ ആകരുത് എന്ന ഒരു തന്ത്രം. അത് വി ഡി സതീശന് ഇപ്പോൾ ഈ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം, മുസ്ലിം ലീഗിന് വേണ്ടി എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ നിലപാട്, ഇതൊക്കെയാണ് ആകാം വി ഡി സതീശന്. ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സമുദായ സംഘടനകൾക്ക് യാതൊരു റോളും ഇല്ലാതെ പോകും. അത് മുൻകൂട്ടി കാണുന്നുണ്ട്. അത് തടയാൻ ഈ പറയുന്ന സമുദായ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ ശ്രമം രാഷ്ട്രീയമായി മുതലെടുക്കാൻ LDF ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും കാത്തിരുന്ന് തന്നെ കളികൾ കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ കളികൾ. അതെ, നമസ്കാരം.